അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചടങ്ങാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ ചാനൽ മാപ്പിള ഗാനങ്ങൾക്ക് വേണ്ടിയുള്ള അവാർഡ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതും അബുദാബിയിലാണ് അത് ആദ്യമായി നടക്കുന്നത്. കൈരളി TV ആണ് അത് ആദ്യമായി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പിള ഗാനങ്ങൾ 8 അവാർഡ്സ് ആണ് നമ്മൾ ഈ വേദിയിൽ വെച്ച് നൽകുന്നത്. അതിൽ ഏറ്റവും മികച്ച അവാർഡ് കൊണ്ട് തന്നെ നമുക്ക് തുടക്കം കുറിക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ദിസ് കാറ്റഗറി. VM കുട്ടി. മലയാളിക്ക് മാപ്പിളപ്പാട്ടിന്റെ മറുപേരാണ് VM കുട്ടി. 6 പതിറ്റാണ്ടുകളായി മാപ്പിളപ്പാട്ട് വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് കുട്ടിമാഷ്. ഒരു ഗായകനെന്നതിലുപരിയായി ഗാനരചയിതാവ്, ഗവേഷകൻ, ചിന്തകൻ, സംഗീതജ്ഞൻ, ചരിത്രകാരൻ, ഗ്രന്ഥകർത്താവ്, അധ്യാപകൻ എന്നിങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ സമസ്ത മേഖലയും ധന്യമാക്കിയ വടക്കുംകര മുഹമ്മദ് കുട്ടി എന്ന VM കുട്ടിമാഷിനെ ഈ സംഗീത കാരണവരെ കൈരളിയുടെ പ്രഥമ UAE എക്സ്ചേഞ്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങാൻ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയോടെ ലെറ്റ്സ് വെൽക്കം ശ്രീ VM കുട്ടി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിനാണ് നമ്മൾ നൽകുന്നത്. സൈറ്റേഷൻ വായിക്കുന്നതിനായി ശ്രീ EM അഷ്റഫ്, ഡയറക്ടർ മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ്, കൈരളി TVനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലയാളിക്ക് മാപ്പിളപ്പാട്ടിൻ്റെ മറുപേരാണ് VM കുട്ടി. 80ൻ്റെ നിറവിലെത്തിയ ഗാനജീവിതം, 6 പതിറ്റാണ്ട് മാപ്പിളപ്പാട്ട് വേദിയിൽ നിറഞ്ഞു നിന്ന ബഹുമുഖ വ്യക്തിത്വം, ഗാനരചയിതാവ്, ഗവേഷകൻ, ചിന്തകൻ, സംഗീതകാരൻ, ചരിത്രകാരൻ, ഗ്രന്ഥകാരൻ, തലമുറകളുടെ അധ്യാപകൻ എന്നിങ്ങനെ മാപ്പിളപ്പാട്ട് മേഖലയിലെ സമസ്ത തുറകളെയും ധന്യമാക്കി വടക്കങ്ങര മുഹമ്മദ് കുട്ടി എന്ന VM കുട്ടി. മാപ്പിളപ്പാട്ട് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കൈരളി TV ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം അഭിമാന ആഹ്ലാദങ്ങളോടെ ഞങ്ങൾ മാപ്പിളപ്പാട്ടിൻ്റെ ഈ സുൽത്താന് സമർപ്പിക്കുന്നു. ശ്രീ VM കുട്ടി സർ, സൈറ്റേഷൻ നൽകുവാനായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കയെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ ജോൺ ബ്രിട്ടാസ്, ഐ വെൽക്കം യു. ഞാനൊരു പഴയതല്ല പുതിയതുമല്ല, ഞാനൊരു മാപ്പിളപ്പാട്ടിൻ്റെ ആരാധകനാണ്. ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ എൻ്റെ സംഗീത ശേഖരത്തിൽ എനിക്കുണ്ട്. ഞാനും ശ്രീ VM കുട്ടി സാഹിബും തമ്മിലുള്ള ഒരു പരിചയം ഒരു 10-26 കൊല്ലം പഴക്കമുള്ളതാണ്. നിങ്ങളാരും അറിയാത്തൊരു പരമരഹസ്യമാണ്. 1921 എന്ന സിനിമയുടെ സംഗീതം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്താണ് 2 പാട്ടുകൾ ആ സിനിമയിൽ വേണമെന്നും അതിന് മാപ്പിളപ്പാട്ടിൻ്റെ ഇശല് വേണമെന്നും സംവിധായകരും അതിൻ്റെ പിന്നിലുള്ള ആളുകളും തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, VM കുട്ടിക്ക് അപ്പുറത്ത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ആധികാരികമായി മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാനോ പറയാനോ നിർദ്ദേശിക്കാനോ അതിനപ്പുറത്തൊരാളില്ല. ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ ശ്യാം ആയിരുന്നെങ്കിൽ പോലും അന്ന് ഞാനും VM കുട്ടിയും വിളയിൽ വത്സര മാഡവും കൂടെ ചേർന്നിരുന്ന് ഒരുപാട് പാട്ടുകൾ തപ്പി അങ്ങനെ 2 പാട്ടുകൾ തിരഞ്ഞെടുക്കുകയും ആ പാട്ടുകൾ 2 ആ സിനിമയിൽ വരികയും അത് വലിയ ഹിറ്റാകുകയും ചെയ്തിട്ടുണ്ട്. ഈ വേദിയിൽ തന്നെ പലരും ആ പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയുണ്ടാവുമെന്നറിയില്ല. ഏകദേശം ഒരു വണ്ടി നിറയെ മാപ്പിളപ്പാട്ടുകളുമായിട്ടാണ് ഇദ്ദേഹം വന്നത്. അതിൽ നിന്നൊരു നല്ല പാട്ട് തിരഞ്ഞെടുക്കാൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. എല്ലാ പാട്ടുകളെപ്പറ്റിയും അദ്ദേഹത്തിന് പറയാനുണ്ട്. മാപ്പിളപ്പാട്ട് ഒരുപക്ഷെ VM കുട്ടി ഇല്ലാത്തൊരു മാപ്പിളപ്പാട്ടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരുപാട് പ്രഗത്ഭരായ ഗായകരും കവികളും മാപ്പിളപ്പാട്ട് രംഗത്തുണ്ടെങ്കിൽ പോലും, സംഗീതജ്ഞരുമൊക്കെ ഉണ്ടെങ്കിൽ പോലും VM കുട്ടിക്ക് അപ്പുറത്തേക്ക് ഒരു പേര് നമുക്ക് പറയാനില്ല. അതിന് മുമ്പുള്ള പേരുകളേ ഉള്ളൂ. ഏതായാലും ഈ പുരസ്കാരം തീർച്ചയായിട്ടും VM കുട്ടി അർഹിക്കുന്നതാണ്. ഈ പുരസ്കാരം അദ്ദേഹത്തിന് കൈരളിയുടെ ഹൃദയപൂർവ്വം, കൈരളി ഈ മാപ്പിളപ്പാട്ടിൽ പ്രേമികൾക്ക് വേണ്ടി, കേരളത്തിലെ മാപ്പിളപ്പാട്ടിൻ്റെ ശ്രോതാക്കൾക്കും ആരാധകർക്കും വേണ്ടി കൈരളി സമർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മമ്മുക്ക. അദ്ദേഹത്തെ പൊന്നാട് അണിയിച്ച് ആദരിക്കുവാനായി UAE എക്സ്ചേഞ്ചിൻ്റെ എല്ലാമായ ശ്രീ സുധീർ കുമാർ ഷെട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മാപ്പിളപ്പാട്ടുകൾ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലാണ് കൈരളി പട്ടുറുമാൽ എന്ന റിയാലിറ്റി ഷോവുമായി രംഗത്ത് വരുന്നത്. അതോടുകൂടി മാപ്പിളപ്പാട്ടുകൾക്കൊരു പൊതുജീവൻ വന്നു. ഒരുപാട് ഗായകന്മാരും ഗായികന്മാരും രംഗത്ത് വന്നു, മത്സരമുണ്ടായി. അപ്പോൾ ആ നിലയിൽ എല്ലാ നിലയിലും മാപ്പിളപ്പാട്ടുകൾക്കൊരു ജീവൻ നൽകാൻ അവസരം നൽകിയത് കൈരളിയാണെന്ന് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതിനുശേഷം ഒട്ടനവധി റിയാലിറ്റി ഷോകൾ ഇവിടെ നിലവിൽ വന്നു. എങ്കിലും ഇന്നും അത് 14-ാം രാവിൻ്റെ തെളിച്ചത്തോട് കൂടിയിട്ട് ഇന്നും കൈരളിയിലെ പട്ടുറുമാൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനങ്ങളും ആശീർവാദങ്ങളും ആവശ്യമാണ്. മാത്രമല്ല 65 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന എനിക്കിപ്പോൾ 80 വയസ്സായി. ഇപ്പോഴും 36 പ്രാവശ്യമായി ഞാൻ ഗൾഫിൽ വരുന്നു. ഇതിനെല്ലാം അവസരം നൽകുന്നത്, ആശീർവാദം നൽകുന്നത് സഹൃദയായ ശ്രോതാക്കളാണ്. അവരുടെ അനുഗ്രഹം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാമാണ് ഞാൻ ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്തരം ഒരു സദസ്സിൽ ഞാൻ നിന്നിട്ടില്ല. മാത്രമല്ല ഈ 80-ാമത്തെ വയസ്സിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആദരവ് നൽകിയത് കൈരളിയാണെന്ന് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. 80 വയസ്സായിട്ട് ഇതുവരെ ഒരു അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതിൽ ദുഃഖമൊന്നുമില്ല. എനിക്കുള്ള അംഗീകാരമാണ് നിങ്ങളാണ് എൻ്റെ അംഗീകാരം. അത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകിച്ച് മമ്മൂക്ക ഇവിടെ ഒരു പഴയ ഓർമ്മ പുതുക്കി. അദ്ദേഹം എന്നെ അന്ന് വെള്ളം കുടിപ്പിച്ചു കേട്ടോ. ഒരു പാട്ട് പാടിയപ്പോൾ പറഞ്ഞ അത് താങ്കളുടെ മണവാട്ടി കാസറ്റിലുള്ളതാണ്. പിന്നെ പാടിയപ്പോൾ പറഞ്ഞ അത് തങ്ങളുടെ മൈലാഞ്ചി എന്ന് പറയുന്ന കാസറ്റിലുള്ള. ഇങ്ങനെ 12 പ്രാവശ്യം ട്യൂൺ മാറ്റിയിട്ട് ചെയ്യിച്ചിട്ടാണ് അവസാനം മുത്ത് നവരത്നമുഖം കത്തിടും മയിലാളേ മഞ്ചോളി വിളി തഞ്ചമേറും കഞ്ചകപ്പൂമോളേ. ഇത് പാടിയപ്പോൾ ഓക്കെയായി. ആ ഗാനമാണ് നിങ്ങളെല്ലാം ആസ്വദിച്ചിട്ടുണ്ടായിരിക്കുക. സംഘൃതപമകരീതംഗത്തുംഗത്തതിങ്ങീണ തകടം ദരി സരിഗമരക്കിടയത്തക്കിങ്ങീണ തിന്തിമി താളങ്കൃതതാളം. സംഘൃതപമകരീതംഗത്തുംഗത്തതിങ്ങീണ കിങ്കൃതൃമികിടമേളം തകടം ദരി സരിഗമരക്കിടയത്തക്കിങ്ങീണ തിന്തിമി താളങ്കൃതതാളം. ൃതമോടെ തീരോ സ്വപ്നകർക്ക് ഗഞ്ചത്തെ സുന്ദര ഹോറുണിച്ച ചിത്രമൊത്തൊരു ഗഞ്ചത്തെ പിൻകതിരോനോ പിൻപഴങ്കതിരോ നിരുമഞ്ചത്തെ പിന്നിടൽ മുടി വര സംഗതി കൊണ്ട് തഞ്ചത്തെ കൊന്നൊന്നേ മൂടി വണ്ടിറവത്തകറുപ്പ് വിരിപ്പം മിന്നുന്നേ മൂടഞ്ഞിട്ട് കുനിത്തത് കെട്ടഴിച്ചിട്ടാൽ പിന്നിന്നേ ആനപ്പെട്ടുൾ മാടം പാടി വേറെ സ്വത്ത കമ്മനിൽ വള കൊത്ത മികന്നുസലും വട്ടത്തളിതര മത്തത്തിരുമുഖ തകതകജം തങ്കത്തതിങ്കീണ കൃതികീട സംസരിതം ചില്ല തകതിമി താളങ്കൃത ജുംജമൃതം സ്വർഗത്തലമില്ല പല തുന്നി കളിചിരി ഗുളലികൾ സംഘൃതപമകരീതംഗത്തുംഗത്തതിങ്കീണ തിങ്കൃതൃമികിടമേളം പ്രഗതം ദരി സരിഗമരക്കിടജത്തത്തിങ്കീണ തിന്തിമി താളങ്കൃതതാളം. സംഘൃതപമകരീതംഗത്തുംഗത്തതിങ്കീണ
സരിഗമതക്കിടയത്തക്കിങ്കീണ ദിമ്മി താളം കൃതതാളം. മോടെ തീരു സ്വപ്ന നിർക്കെ ഗഞ്ചത്തെ സുന്ദര പൂർവ്വനിസ ചിത്തിരമൊത്തൊരു ഗഞ്ചത്തെ വിൻകാതിരോനോ വിൻപഴങ്കതിരോ നിരുമഞ്ചത്തെ വിന്തിടുൽ മോടി വാര സംഗതി കൊണ്ട് ഇതഞ്ചത്തെ ഒന്നൊന്നേ ഒന്നൊന്നേ മോടി വണ്ടിറുകത്ത കറുപ്പ് വരിപ്പം മിന്നുന്നേ മൂടഞ്ഞിട്ടു കുനിത്തത് കെട്ട ചിത്താൽ പിന്നിന്നേ അണപ്പെട്ടിൽ മാടമ്പാടി വേറെ സ്വത്ത കമലിൽ വള പൊത്ത മികാനുസലും വട്ടത്തലവതിര മട്ട തിരുമുഖ തകതകജം തകതീണ കൃതികീട സംസരിതം തകതിമി താളം കൃത ജുംജമൃതം സ്വർഗത്തലമില്ല പല തുന്നി കളിചിരി കൂളരികൾ കൃതപ്പമകരി തൊങ്കത്തതിങ്ങീണ കിങ്കൃത ത്രിമികിട്ട മേളം തകതം ദരി സരിഗ മതക്കിടജത്ത കിങ്കിങ്ങീണ ദിമ്മി താളം കൃതതാളം. മലർതൊടി ജപ്പിപ്പിടിയോ കവിൽ തേടം ഇമ്പമുള്ള അതിശയവാക്കും തിരുചഞ്ചലിൽ മികവർണ്ണപ്പെട്ടേ വട്ട സുറുമക്കണ്ണ കൊഞ്ചിച്ചരിച്ച് വെട്ടും നോക്കും. പവിഴമേ ചുണ്ടും പുത്തണിവത്തെ വിധം പല്ലും അമ്പുടെ കണവർണ്ണ മൂക്കും വനം പൊങ്ങിടും വീണ വലിയും കരശങ്കും നാണിക്കുന്ന സംകൃത ധ്വനി രസവാക്കും. കഴുത്തും കരുണക്കന്നി വരുത്തിട്ട് എമ്പിടും മഹർവീതി കരിമച്ചപ്പ് പോത്തിട്ട് എമ്പക്കാരക്കഴുത്തും കരുണക്കന്നി വരുത്തിട്ട് എമ്പിടും മഹർവീതി കരിമച്ചപ്പ് പോത്തിട്ട് സമ്പ്രദായമോ കുഞ്ഞി കിന്നമ പൊട്ടം ചുറ്റിട്ട് സരസക്കാനി കൂർമ്മം പഴമൂലിയും മൊത്തിട്ട് രപ്പനെ പാടും കുടമോ ചരിയാതിരിയാതെ നിപ്പനെ താരം എപ്പോഴും ഇപ്പടി കപ്പില മെർപ്പടി കൊൽപ്പനെ കോരിയാലെ കമ്മലിളകിടും സുത്ത വാളുത്തമ്മ സുറുവത്ത പത്രമോ വയ പട്ടത്തരേത് കണ്ടിട്ടൊരുപടി തകതകജം തങ്കത്തതിങ്ങീണ കൃതി കീട സംസരിതം തകതിമ്മി താളം കൃത ചുഞ്ചുമൃതം സ്വർഗത്തലമില്ല പല തുന്നി കളിതിരി കുളരികൾ കൃതപ്പമകരി തുങ്കത്തതിങ്ങീണ കിങ്കൃത ത്രിമികിട്ട മേളം തകതം ദരി സരിഗ മതക്കിടജത്ത കിങ്കിങ്ങീണ ദിമ്മി താളം കൃതതാളം. സംകൃതപമകരി തങ്കത്തൊങ്കത്തതിങ്ങീണ കിങ്കൃത ത്രിമികിട്ട മേളം തകതം ദരി സരിഗ മതക്കിടജത്ത കിങ്കിങ്ങീണ ദിമ്മി താളം കൃതതാളം. Thank you. Ladies and gentlemen, Lifetime Achievement Award winner Shri VM Kutti sir. Thank you so much and congratulations. ഇദ്ദേഹത്തിന് 80 വയസ്സായി എന്ന് ആർക്കും മനസ്സിലാവില്ലായിരുന്നു. ഓടി നടന്നല്ലേ അദ്ദേഹം പാടി. അദ്ദേഹത്തിന് എനർജിക്ക് വേണ്ടി നല്ലൊരു കൈഡി നൽകാം.